ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ ആൻഡ് റൈസ് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ പണി തുടങ്ങാം. അതിനു വേണ്ടി ഒരു 8 പീസ് ചിക്കൻ എടുത്തിട്ടുള്ളത് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് മുളക് പൊടി, ഇത് കാശ്മീരി ചില്ലിയാണ്, പിന്നെ കുറച്ച് ഉപ്പ്, പിന്നെ കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ ഒരു ഹാഫ്. ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്യാം. കുറച്ച് നേരം നമുക്ക് ഒരു 10 to 30 മിനിറ്റ് വരെ നമുക്ക് വെക്കാം. അതിനുശേഷം നമുക്ക് അരി എടുക്കാം. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ബസ്മതി റൈസാണ്. ഇത് ചില റൈസ് ഇങ്ങനെ സോക്ക് ചെയ്ത് വെക്കേണ്ട ആവശ്യമുണ്ടാവും. അങ്ങനെയുള്ള റൈസ് സോക്ക് ചെയ്ത് വെക്കാം. അപ്പം നമുക്ക് ബസ്മതി റൈസ് എടുത്ത് നല്ലോണം കഴുകി സോക്ക് ചെയ്ത് വെക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ഒരു സവാളയാണ് ആവശ്യം. ഒരു സവാള മതി. ഒരു സവാള അല്ലെങ്കിൽ ഒരു വലിയ സവാള ആണെങ്കിൽ ഒരു 1/4 ഭാഗം മതി. ചെറുതാണെങ്കിൽ ഒരു സവാള. അത് നല്ലോണം കഴുകി നല്ലോണം ചെറുതാക്കി അരിഞ്ഞു വെക്കണം. ചെറുതാക്കി എന്ന് പറഞ്ഞാൽ കനം കുറഞ്ഞരിഞ്ഞു വെക്കണം. ഇനി നമുക്ക് ചിക്കൻ റൈസ് ഉണ്ടാക്കാനുള്ള പാത്രം എടുത്തിട്ട് അടുപ്പത്ത് വെക്കാം. അടുപ്പത്ത് വെച്ച് പാത്രം ചൂടാവട്ടെ. അപ്പോഴത്തേനും നമുക്ക് അതിലേക്ക് വേണ്ടിയിട്ടുള്ള പട്ടയും ഗ്രാമ്പും പിന്നെ ഏലക്കായ, ബേ ലീവ്സ് അതൊക്കെ എടുത്ത് മാറ്റി വെക്കാം. പാത്രം നല്ല ചൂടായി. അപ്പോൾ ഇനി നമുക്കതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കാം. സൺഫ്ലവർ ഓയിലാണ്. അതിലേക്ക് നമുക്ക് പട്ട, ഗ്രാമ്പൂ അല്ലാതും മാറ്റി വെച്ച സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊക്കെ നല്ലോണം മൂത്ത് വരുമ്പോൾ സവാള ഇട്ട് കൊടുക്കാം. നല്ലോണം ഇളക്കി കൊടുക്കുക. ഒരു ഇത്തിരി ഉപ്പ് കൂടി ഇട്ടിട്ട് ഇളക്കാം. നമുക്ക് ഇതിലേക്ക് വേറെ തക്കാളിയുടെ ആവശ്യമൊന്നുമില്ല. വേറെ മസാലകളൊന്നും ചേർക്കണ്ട. ഇപ്പം നല്ലോണം ബ്രൗൺ കളറായിട്ടുണ്ട്. ഈ ഒരു ബ്രൗൺ കളർ ആകുമ്പോൾ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് നല്ലോണം ഇളക്കുക. അപ്പം നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കുറച്ച് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ ചിക്കൻ ഇളക്കേണ്ടത്. ഹൈ ഫ്ലെയിമിൽ ചിക്കൻ കുക്ക് ചെയ്യാൻ വെക്കണം. ഒരു 5 മിനിറ്റ് ഒക്കെ വെച്ചാൽ മതി. 5 മിനിറ്റ് നല്ല ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ചിക്കനെ കുക്ക് ചെയ്തെടുക്കാം. ഇത്തിരി ഫ്രൈ ആയ പോലെ വരണം. അതിനുശേഷം ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് കൂടി അരച്ച പേസ്റ്റ് ഒരു 1 മുതൽ ഒരു 1.5 ടീസ്പൂൺ വരെ നമുക്ക് ഇടാം. ഈ പേസ്റ്റും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കാം.
നമ്മളിതിൽ ഇതിന് പിന്നെ വേറെ മസാല ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഗരം മസാലയോ വേറെ മല്ലിപ്പൊടിയോ അങ്ങനത്തെ മസാലകളൊന്നും ചേർക്കണില്ല. വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ അതിലേക്ക് എന്തായാലും വേണ്ട ഒരു സാധനമാണ് യോഗട്ട്. ഇപ്പം പുളിയുള്ളതൊക്കെ ആണെങ്കിൽ ഒരു 2 സ്പൂൺ മതിയാവും. ഇത് അധികം അത്ര പുളിയൊന്നും ഇല്ലെങ്കിൽ ഒരു 3 സ്പൂൺ വരെ, 3 സ്പൂണോ 2.5 സ്പൂണോ യോഗട്ട് ഇട്ടെടുക്കാം. ഇതും ഒരു 5 മിനിറ്റ് നല്ലോണം ആവട്ടെ. അപ്പോഴത്തേക്കും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട സാധനമാണ് ജാതിക്കപ്പൊടി, നട്ട്മഗിൻ്റെ പൗഡർ. ഇത് മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് ഇട്ട് കൊടുക്കണേ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഈ സമയത്ത് ഇട്ട് കൊടുത്താലും മതി. നല്ലോണം ഇളക്കി ഒരു 5 മിനിറ്റ് കൊണ്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ലോ ഫ്ലെയിമിലിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്ത് അതിന് ശേഷം നമുക്ക് അരി ഉണ്ടല്ലോ, നമ്മൾ എത്ര അളവിലാണോ അരി എടുത്തുള്ളത് അത്രയും അരി പാകമാവാൻ വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ആ അരിയിൽ ചോറിലേക്കുള്ള ഉപ്പും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല ഇളക്കി അത് മൂടി വെച്ച് തിളച്ച് വരട്ടെ. ഇപ്പോൾ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമ്മൾ ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് നേരെ അരി തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അരി ഇട്ടിട്ട് നല്ലോണം മിക്സ് ആക്കിയിട്ട് അടച്ചു വെക്കാം. എന്നിട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നമ്മളത് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒരു 5 മിനിറ്റ് ഒക്കെ കൂടുമ്പോൾ ഇളക്കി കൊടുക്കുക. എന്നിട്ട് അടച്ചു വെച്ച് അത് കുറച്ച് ഒരു 15 മിനിറ്റ് കുക്ക് ആയതിനു ശേഷം നമുക്ക് എടുക്കാം. പക്ഷേ ഈ സമയത്ത് നല്ല ചൂട്ടോടെ എടുക്കുമ്പോൾ ഇത്തിരി ഒട്ടൽ പോലെ ഉണ്ടാവും, അത് കുഴപ്പമില്ല. കുറച്ച് ചൂടാറി കഴിഞ്ഞാൽ അരിയൊക്കെ ഇങ്ങനെ വിട്ട് നല്ല നല്ല അടിപൊളിയായിട്ട് വരും. നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് ഭയങ്കര സിമ്പിളാണ്, പക്ഷേ അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. സിമ്പിൾ ആൻഡ് ഹമ്പിൾ ആണെങ്കിലും അടിപൊളിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാം. അപ്പം നമ്മളുടെ ചിക്കൻ ആൻഡ് റൈസ് റെഡി.